ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു പ്രവചനാതീതമായ ഷോ ആണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം ആരെപ്പം പൊങ്ങി വരുമെന്നൊന്നും നമുക്കറിയില്ല. അതുപോലൊരു മത്സരാർത്ഥിയാണ് എനിക്ക് തോന്നുന്നു 75 ദിവസം വരെ വലിയ ഓളം സൃഷ്ടിക്കാത്ത ഒരു മത്സരാർത്ഥിയായിരുന്നു അൻഫിബ. പക്ഷെ കുറച്ച് ദിവസമായി അൻഫിബ ഉണ്ടാക്കുന്ന ഓളം ചില്ലറയൊന്നുമല്ല. 75 ഇപ്പം 75 ആയുള്ളൂ. 10-60 ദിവസം വരെ 65 ദിവസം വരെ. പക്ഷേ കുറച്ച് 2-3 ദിവസമായിട്ട് അൻഫിബ ഉണ്ടാക്കുന്ന ഓളം നിസാരമല്ല. അവിടുത്തെ പല മത്സരാർത്ഥികളെയും എടുത്തിട്ട് കൊടയാണ് അൻഫിബ ചെയ്യുന്നത്. അൻഫിബയ്ക്ക് നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിലെ ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ നന്നായി പോയിന്റ് കണക്കാക്കി സംസാരിക്കാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ് അൻഫിബ. അൻഫിബയെ പറ്റി പലരും പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മളും പറഞ്ഞിട്ടുണ്ട്. കട്ടിൽ റാണി എന്നൊക്കെ ഓമന പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അൻഫിബ ഇന്ന് മോർണിംഗ് ടാസ്കിൽ ബിഗ് ബോസ് കൊടുത്തൊരു വിഷയം ഉണ്ടായിരുന്നു. ഇവിടെ സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത്, അതുപോലെ നിങ്ങൾക്കുണ്ടായത് എക്സ്പീരിയൻസ് എന്താണ് എന്നൊക്കെയാണ് പറയാൻ പറഞ്ഞത്. അതിന് അൻഫിബ പൊളിച്ചടിക്കെന്ന് പറയാം. സത്യം പറഞ്ഞാൽ നോറയ്ക്കിട്ട് പല കുട്ടികളും കൊടുത്തു. ജാസ്മിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫേക്കായിട്ട് നിൽക്കുന്ന പല മത്സരാർത്ഥികൾക്കും അൻഫിബ പറയുന്ന വാക്കുകൾ ചങ്കി കുറച്ച് കാണും. അതുപോലെ തന്നെയാണ് പറഞ്ഞത്. അൻഫിബ പറയുന്നുണ്ട് ഇത് സ്ക്രിപ്റ്റഡ് ഷോ ഒന്നും അല്ല, പക്ഷേ ഇവിടുത്തെ പല മത്സരാർത്ഥികളും സ്ക്രിപ്റ്റഡ് തയ്യാറാക്കിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനനുസരിച്ചാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം ഒരു കൊല്ലം അഭിനയിക്കേണ്ടി വന്നാൽ പോലും ഇവർ അഭിനയിക്കാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ്. കാരണം 100 ദിവസം എങ്ങനെ അഭിനയിക്കണം, എങ്ങനെ അഭിനയിച്ച് തകർക്കണമെന്ന് ഇവർക്ക് കൃത്യമായിട്ടറിയാം. എന്ത് ഔട്ടിപ്പോണം, എന്ത് ഇവിടെ പറയണം, എങ്ങനെ അഭിനയിച്ച് തീർക്കണം, എങ്ങനെ നാട്ടുകാരെ പറ്റിക്കണം എന്നുള്ള രീതിയിൽ തന്നെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഓരോ സമയത്ത് ഇവർ സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇവർ കളിക്കുന്നത് എന്ന് പറയുന്നു. പലരും പറയാറുണ്ട് എനിക്ക് ഇൻസ്പിറേഷനാണ് ഞാൻ എന്നുള്ളത് എന്ന്. നാട്ടുകാർക്ക് മൊത്തം ഇൻസ്പിറേഷനാണ് താനെന്നുള്ളത് പലരും ഇവിടെ പറയാറുണ്ട്. പക്ഷേ ഇൻസ്പിറേഷൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കാണ് അത് ഉണ്ടാകേണ്ടത്, അല്ലാതെ നമ്മൾ സ്വയം അങ്ങനെ പറയുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ പറയുന്ന പലരും വീട്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, വീട്ടുകാരുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെയും വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോർക്കിട്ട് കൂട്ടുന്നുണ്ട്. അതുപോലെ സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഇവിടെ നിൽക്കുന്നവരെ പലരും എനിക്കറിയാം എന്ന് പറയുന്നു. അങ്ങനെ അൻഫിബ സത്യം പറഞ്ഞ അവിടുത്തെ മത്സരാർത്ഥികളെയെല്ലാം നല്ലൊരു സ്പീച്ച് തന്നെയാണ് അൻഫിബ നടത്തിയത്. ഞാൻ പറഞ്ഞില്ലേ, മോർണിംഗ് ടാസ്കിലൊക്കെ അൻഫിബ കിട്ടുന്ന അവസരം വല്ലാതെ മുതലാക്കുന്നുണ്ട്. നോറയുടെയും ജാസ്മിൻ്റെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തോന്നുക തന്നെ ചെയ്യും.